ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ പ്രതീകങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ത്രീയുടെയും മഹാവ്യാളിയുടെയും മഹാസർപ്പത്തിൻ്റെയും പ്രതീകത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഈ സ്ത്രീ മരുഭൂമിയിൽ പോറ്റപ്പെടുന്നതിനെക്കുറിച്ചും നമ്മൾ കണ്ടു. 11-ാം അധ്യായത്തിൽ ദൈവജനം സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രമേയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ വിശകലനം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ മറുവശം എന്നോണം ഈ സാക്ഷ്യം നൽകുന്ന ദൈവജനത്തിന് ദൈവം സംരക്ഷണം ഒരുക്കുന്നതാണ് 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ സ്ത്രീ മരുഭൂമിയിൽ പോറ്റപ്പെടുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഇനി ഈ മരുഭൂമിയിൽ പോറ്റപ്പെടുക എന്ന ആശയത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ 2-ാം ഭാഗത്ത് 7 മുതലുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യ ഭാഗത്ത് ആകാശതലത്തിൽ നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ മിഖായേലും അവൻ്റെ ദൂതന്മാരും പിശാചും അവൻ്റെ ദൂതന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിൽ പിശാചിൻ്റെ സൈന്യങ്ങളും തോൽപ്പിക്കപ്പെട്ട് അവർ താഴേക്ക് വലിച്ചെറിയപ്പെടുന്നു. അപ്പോൾ അവിടെ തന്നെ അർത്ഥമാക്കുന്നത് എന്താണ്? ആത്യന്തികമായിട്ട് ഈ തിന്മയുടെ ശക്തി പരാജയപ്പെട്ടു കഴിഞ്ഞു. അതായത് യേശുവിൻ്റെ കുരിശ് മരണം വഴിയായിട്ട് സർപ്പത്തിൻ്റെ തല തകർക്കപ്പെട്ടു. ഇനി ഇവയ്ക്ക് ദൈവജനത്തിൻ്റെ മേൽ വലിയ അധികാരമൊന്നുമില്ല. അതിനൊക്കെ പ്രലോഭിപ്പിക്കുവാൻ സാധിക്കും, വഴിതെറ്റിക്കുവാൻ സാധിക്കും, പക്ഷേ അവയുടെ മേൽ അധികാരമൊന്നുമില്ല. കാരണം അവർ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. അപ്പോൾ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഇവയ്ക്കുള്ളൂ എന്നാണ് ഈ ആദ്യ ഭാഗം നമ്മോട് പറയുന്നത്. ഇനി ഇതിൻ്റെ തുടർന്നുള്ള ഭാഗത്തേക്ക്, അതിൻ്റെ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ മഹാവ്യാളി, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. അപ്പോൾ ഈ സർപ്പത്തെക്കുറിച്ച് തന്നെയുള്ള മഹാവ്യാളിയെക്കുറിച്ച് തന്നെയുള്ള വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മഹാവ്യാളി പിന്നെ സർപ്പം എന്നുള്ള പദങ്ങൾ മാറി മാറി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ രണ്ടർത്ഥത്തിൽ. അവിടെ മഹാവ്യാളി എന്ന് പറയുമ്പോൾ ഈ തിന്മയുടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇനി പിശാച് അല്ലെങ്കിൽ സർപ്പം എന്ന് പറയുമ്പോൾ അത് നമ്മുടെയൊക്കെ ഇടയിൽ സന്നിഹിതമായിരിക്കുന്ന അധികാര സംവിധാനങ്ങളിലൂടെ ഒക്കെ സന്നിഹിതമായിരിക്കുന്ന ആ തിന്മയെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സർവരെയും വഞ്ചിക്കുന്ന ഒരു ശക്തിയാണിത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വഞ്ചിക്കുന്ന എന്ന പദം അത് ഇവിടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സാത്താനെ അവതരിപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ എല്ലാ നുണകളുടെയും അസത്യങ്ങളുടെയും പിതാവായിട്ടാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വിവരണം നമുക്കറിയാം. അത് യേശുവിൻ്റെ പ്രലോഭന കഥയാണ്. അപ്പോൾ അവിടെ സാത്താൻ എന്താ ചെയ്യുന്നത്? യേശുവിനെ വഞ്ചിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നീ ഇത് ചെയ്താൽ നിനക്ക് അധികാരമുണ്ട്, ഒക്കെ നിനക്ക് ഞാൻ അധികാരം തരാം എന്ന് പറഞ്ഞ് സാത്താൻ ആ യേശുവിനെ പ്രലോഭിപ്പിക്കുവാനും ശ്രമിക്കുകയാണ്. അപ്പോൾ വഞ്ചിക്കുന്നവനായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 1 കൊറിന്തോസ് 7:5 ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ പിശാച് ആളുകളെ സാധാരണ വഴിതെറ്റിക്കുന്നത് വഞ്ചനയിലൂടെയാണ്. അപ്പോൾ ഒരു കാര്യം അത് തെറ്റായിട്ട് അവതരിപ്പിച്ച് അത് ശരിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി നമ്മെ അതിലേക്ക് വീഴിക്കുന്നു. അപ്പോൾ
സാത്താനെ വഴിതെറ്റിക്കുന്നവനായിട്ടാണ് വെളിപാട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജനതകളെ വഴിതെറ്റിക്കുന്നവനാണ് സാത്താൻ. 20-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ഒരു പ്രമേയം, ഈ ഒരു ആശയം വെളിപാടിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് സഭകൾക്കുള്ള കത്തുകൾ വിവരിക്കുന്ന ഭാഗത്ത് ഇവിടെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ജസബേലിനെ അവതരിപ്പിക്കുന്നത് വഴിതെറ്റിക്കുന്നവളായിട്ടാണ്. അപ്പോൾ എല്ലാവരെയും വഴിതെറ്റിക്കുന്നവൾ. അപ്പോൾ വ്യാജപ്രവാചകർ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം, അസത്യമായിട്ടുള്ള കാര്യം സത്യമായിട്ട് അവതരിപ്പിച്ച് അവരെ വഴിതെറ്റിക്കുന്നു. ആ പ്രലോഭനത്തിൽ വീഴുന്നവർ സത്യമാണെന്ന് കരുതി അവരതിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ ജസബേൽ എന്ന് പറയുന്ന സഭകൾക്കുള്ള കത്തുകളുടെ ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്ന ആ ജസബേൽ എന്ന് പറയുന്നവൾ, അല്ലെങ്കിൽ അവൾ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സമൂഹം ആളുകളെല്ലാം വഴിതെറ്റിക്കുന്ന തിന്മയുടെ ശക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വെളിപാട് 23-ലും 8-ലുമൊക്കെ സാത്താൻ വഴിതെറ്റിക്കുന്നവനായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. പിന്നെ 13-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മൃഗം ആദ്യത്തെ മൃഗത്തിന് ജീവൻ കൊടുത്ത് അതിനെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതായത് മൃഗത്തിന് ജീവൻ കൊടുത്ത് അത് ആരാധിക്കപ്പെടുവാനായിട്ട് യോഗ്യനാണ് എന്ന് അവതരിപ്പിച്ച് ആളുകളെയെല്ലാം ആ ഒരു പ്രലോഭനത്തിൽ വീഴിക്കുന്നതായിട്ട് കാണുന്നു. ഇനി ബാബിലോണിനെ കുറിച്ച് വീണ്ടും അവതരിപ്പിക്കുമ്പോഴും ഇവിടെ വഴിതെറ്റിക്കുന്നവളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തങ്ങളുടെയൊക്കെ ഒരു മായാലോകത്തിലേക്ക് ആളുകളെല്ലാം പ്രലോഭിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഈ വിളക്കിൻ്റെ പ്രകാശത്തിലേക്ക് ഈ ഈയാമ്പാറ്റകളൊക്കെ അടുത്തേക്ക് വരുന്ന പോലെ ഇതിനെല്ലാം ആകർഷിച്ച് അതിൻ്റെ ആ ഒരു നാശത്തിലേക്ക് ഇതിനെല്ലാം ചാടിക്കുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ സാത്താനെ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടും വഞ്ചനയുടെ ഒരു പിതാവായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. നിഷേധാത്മകവും വഞ്ചനാത്മകവും തികച്ചും ഭൗതികവുമായ സംവിധാനത്തിൽ തളച്ചിടുന്ന ഒരു അപകടം കൂടി ഇത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ വഞ്ചിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു തിന്മ നിറഞ്ഞ സംവിധാനം അതാണ് ശരിയെന്ന് നമ്മെ വിശ്വസിപ്പിച്ച് നമ്മൾ ഈ ഭൗമിക തലത്തിൽ നമ്മൾ തളച്ചിടപ്പെടുന്നു. അതാണ് ഈ വഞ്ചനയിലൂടെ ഈ സാത്താൻ നേടിയെടുക്കുന്നത്. ഇനി ഇതിനെ അവതരിപ്പിക്കുന്ന വേറൊന്ന് പുരാതന സർപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുരാതന സർപ്പം. അപ്പോൾ പുരാതന സർപ്പം എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്ന ഈ തിന്മയുടെ ശക്തി അത് ആദ്യം മുതലുള്ള ആ തിന്മയുടെ ശക്തിയെ അർത്ഥമാക്കുന്നു എന്ന് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കന്മാരെ വഞ്ചിക്കുന്ന ആ സർപ്പം, ആ പുരാതന സർപ്പം. അപ്പോൾ അവിടെയും കെണിയൊരുക്കിയാണ് അവരെ എല്ലാം വീഴിക്കുന്നത്. വഞ്ചന നിറഞ്ഞ ആ വാക്കുകളിലൂടെയാണ് ഈ ആദ്യ മാതാപിതാക്കളെ സ്ത്രീയെല്ലാം അവിടെ വീഴിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പതനത്തിന് കെണിയൊരുക്കുന്ന സർപ്പരൂപം പൂണ്ട ആ തിന്മയാണ് ഇവിടെ അവതരിപ്പിക്കുക. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. എഫേസുസ് 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇവിടെ ആ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എന്ന് വിശേഷിപ്പിച്ചാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട് എല്ലാ ആയുധങ്ങളും, സർവ്വ ആയുധങ്ങളും ധരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഈ സാത്താൻ അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തികൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന തിന്മയുടെ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ ആദ്യ മാതാപിതാക്കന്മാരെയൊക്കെ വഴിതെറ്റിച്ച ആ തിന്മയുടെ ആ ശക്തികൾ, അതിൻ്റെ തുടർച്ച തന്നെ ഇന്നും നമ്മുടെ ചുറ്റും കാണുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി ഇതിന് തുടർന്നും വേറെ വാക്കുകളാൽ വിശേഷിപ്പിക്കുന്നു. പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്നവർ, പിശാചെന്നും സാത്താൻ. അപ്പോൾ അതും ബൈബിളിൽ പല ആവർത്തി കാണുന്ന ഒരു പദങ്ങളാണ്. അപ്പോൾ പിശാച് എന്ന് പറയുന്നത് ദിയാബിളോസ്, അതിൻ്റെ കലഹം സൃഷ്ടിക്കുന്നവൻ എന്നാണ് അർത്ഥം. കലഹം സൃഷ്ടിക്കുന്നവൻ.
ദിയാബോളോസ്. അപ്പോൾ എല്ലാം ചിതറിക്കുന്നവൻ. ഇനി സാത്താൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിലാണ് നമ്മളത് പ്രധാനമായിട്ട് കാണുക. അപ്പോൾ സാത്താൻ, ഷാറ്റാൻ എന്ന് പറയുന്ന ഹീബ്രു പദം എതിര് നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിനെതിര് നിൽക്കുന്നവൻ. അപ്പോൾ ജോബ് നീതിമാനാണെന്ന് പറയുമ്പോൾ അതിനെതിര് നിന്നുകൊണ്ട് പറയുന്നവൻ, കുറ്റം ആരോപിക്കുന്നവൻ, അവനാണ് ഈ സാത്താൻ എന്ന് പറയുന്നവൻ. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു പദമാണ് ബേൽസബൂൾ. മത്തായി 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. പിന്നെ യോഹന്നാൻ 17-15 ദുഷ്ടൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ തിന്മയുടെ ശക്തി തന്നെയാണ്. അപ്പോൾ ഈ യുഗത്തിൽ ഒക്കെ വ്യാപരിക്കുന്ന ആ സാത്താൻ ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് വിളിക്കപ്പെടുന്നുണ്ട് യോഹന്നാൻ 12:31. അല്ലെങ്കിൽ എഫേസോസ് 2:2 അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നു. അപ്പോൾ സാത്താൻ്റെ ആ സാന്നിധ്യം അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും വ്യത്യസ്ത പേരുകളിലൂടെ ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ ആ ശക്തിയാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ജനത്തെ തിന്മയുടെ കീഴിലാക്കുന്ന ആ മൃഗത്തിൻ്റെ ശക്തി അത് നമ്മൾ പിന്നീട് കാണും. ഈ മൃഗത്തെ എല്ലാം അവതരിപ്പിക്കുന്നു. നമ്മൾ 11-ാം അധ്യായത്തിൽ ആ മൃഗം വന്ന് സാക്ഷികളെ വധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ മൃഗത്തിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരണങ്ങൾ തുടർന്നുള്ള അധ്യായത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ സംവിധാനങ്ങളെല്ലാമാണ് ഈ പിശാച്, സാത്താൻ, ദുഷ്ടൻ എന്നൊക്കെ പറയുന്ന ആ പദങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ സംവിധാനങ്ങളിൽ, സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളിലൊക്കെ ഈ തിന്മയുടെ ശക്തികൾ നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട. അപ്പോൾ ആരാധന സമൂഹത്തോട് ഇവിടെ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? നമ്മുടെ ചുറ്റും കാണുന്ന ഈ ശക്തികൾ, നന്മയുടെ രൂപം പൂണ്ടിരിക്കുന്ന ഈ തിന്മയുടെ ശക്തികൾ, ഇത് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഇവയോടൊപ്പമൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. നിങ്ങളുടെയൊക്കെയും ജീവിതത്തിന് ഒക്കെ നിത്യതയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഒക്കെ വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവജനം ഇവിടെ ഈ തിന്മയുടെ ശക്തികളെല്ലാം കീഴടക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇനി ഈ തിന്മയുടെ ശക്തികൾ ഇവ താഴേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് പറയും. സാത്താൻ അത് താഴേക്ക് വലിച്ചെറിയപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. താഴേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ശക്തി പരിമിതമാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ വലിച്ചെറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ്? ദൈവം തന്നെ എന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 10:18 കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾ കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ ശിഷ്യന്മാരുടെ പ്രവർത്തനം വഴിയായിട്ട് സാത്താൻ താഴേക്ക് പതിക്കുന്നതാണ് അവിടെ വിവരിക്കുക. അപ്പോൾ ഇവിടെയും അർത്ഥമാക്കുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണം വഴിയായിട്ട് സാത്താൻ താഴേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അവശേഷിക്കുന്ന ആ പരിമിതമായിട്ടുള്ള ശക്തി അത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം മൂലം അതിനെ കീഴടക്കുവാനായിട്ട് സാധിക്കും. പിന്നെ താഴേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നതിനെ ചിലർ സാത്താൻ ആദിയിൽ നിബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആകണമെന്ന് അതാകാൻ സാധ്യതയില്ല. ചിലർ പറയും ആദത്തിൻ്റെ മുമ്പിൽ കുമ്പിടാൻ വിസമ്മതിച്ച മാലാഖയാണ് നിബന്ധിക്കുകയെന്ന് ചില യഹൂദ പാരമ്പര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ യുഗാന്ത്യത്തിൽ സാക്ഷാൽ നിഷ്കാസിതനാകുന്നതാണെന്ന് മറ്റു ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും ഇവിടെ താഴേക്ക് നിബന്ധിക്കുന്നത്, ഒന്നാമത്തേത് അത് യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനത്താൽ സാത്താൻ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഈ തിന്മയുടെ ശക്തികൾ, ഇതിൽ അവശേഷിച്ചിരിക്കുന്ന ആ പരിമിതമായിട്ടുള്ള ശക്തികളെല്ലാം അവസാനം യുഗാന്തത്തിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെടും. അതിൻ്റെ വിവരണങ്ങൾ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ കുരിശ് തകർക്കപ്പെടുന്ന ആ ശക്തി പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. അപ്പോൾ അത് 3 തലങ്ങളായിട്ട്, 3 ഘട്ടങ്ങളായിട്ടാണ് ഈ സാത്താൻ്റെ ശക്തി
ഇല്ലായ്മ ചെയ്യപ്പെടുന്നതായിട്ട് വെളിപാടിൽ വിവരിക്കുന്നു. ഒന്നാമത്തേത്, ഇപ്പോൾ നാം ഇവിടെ വിശകലനം ചെയ്യുന്ന ഈ ഭാഗത്ത് സാത്താൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത് നമ്മൾ കാണുന്നു. പിന്നെ തുടർന്ന് 20-ാമത്തെ അധ്യായത്തിൽ ഭൂമിയിൽ നിന്ന് ഈ പിശാചിനെയെല്ലാം അതിനെല്ലാം ബന്ധിച്ച് പാതാളത്തിലേക്ക് എറിയുന്നത് വിവരിക്കുന്നുണ്ട് 20-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ. അവസാനം 20-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനെ എല്ലാം അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയുന്നതായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെളിപാട് ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ പൈശാചിക ശക്തികൾ, തിന്മയുടെ ശക്തികളെല്ലാം ആത്യന്തികമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവയെല്ലാം പടിപടിയായിട്ട് പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശക്തിയുടെ പ്രകടനങ്ങളായിട്ടുള്ള ഈ ലൗകിക ശക്തികൾ, ലൗകിക സുഖഭോഗങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ അധികാര സംവിധാനങ്ങൾ, ഇവിടെയൊക്കെ പ്രലോഭനത്തിൽ നാം പെട്ടുപോകരുത് എന്നുള്ള ആ ഒരു ആഹ്വാനം ദൈവജനത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഭീകരരൂപം പൂണ്ട തിന്മയുടെ ശക്തികൾ ആകാശതലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വഴിയായിട്ട് അവയ്ക്ക് അനന്തമായ ശക്തിയൊന്നുമില്ല എന്ന് ആരാധന സമൂഹം തിരിച്ചറിയുന്നു. ദിവ്യത്വം അവകാശപ്പെടുന്ന സാത്താനും സൈന്യവും തങ്ങളുടെ അന്ത്യമടുത്തു എന്നറിഞ്ഞ് ഭൂമിയിൽ പരിഭ്രാന്തി പൂണ്ട് പാഞ്ഞു നടക്കുന്നവയാണ്. ഈ വലിച്ചെറിയപ്പെടുന്ന പ്രയോഗം തന്നെ ഇവയുടെ പരാജയത്തിൻ്റെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെളിപാടിൽ 12-ാം അധ്യായത്തിൽ 2-ാം ഭാഗത്ത് തിന്മയുടെ ശക്തികളെ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അഭൗമിക തലത്തിലുള്ള അവയെല്ലാം താഴേക്ക് വലിച്ചെറിയപ്പെടുന്നതായിട്ടും പിന്നീട് സാവധാനം ഇവയെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നതായിട്ടും വിവരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ദൈവജനം ഇവയെ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇവയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ സർവ്വസന്നാഹങ്ങളോടെ ഇറങ്ങിത്തിരിക്കണം എന്ന് ഈ വെളിപാട് ഗ്രന്ഥകാരൻ ആരാധന സമൂഹത്തോട് പറയുന്നു. ഇനി ഇത് താഴേക്ക് നിവദിക്കുന്ന ഈ സാത്താൻ്റെ പരാജയത്തിൽ സ്വർഗത്തിലുള്ള ആഘോഷമാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം പറയുന്നത് കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ രാപകൽ ദൈവസമക്ഷം നമ്മുടെ സഹോദരൻക്കെതിരെ കുറ്റം ആരോപിച്ചു കൊണ്ടിരുന്ന കുറ്റാരോപകൻ വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ സാത്താൻ്റെ പതനത്തിൽ സ്വർഗത്തിലുള്ള സന്തോഷമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഇപ്പോൾ സാത്താൻ്റെ പതനത്തെ ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമായിട്ട് സമൂഹം പ്രകീർത്തിക്കുന്നത് നമ്മൾ ഇവിടെ കാണുന്നു. അപ്പോൾ ഈ പ്രകീർത്തിക്കുന്നവർ അവർ ശ്രേഷ്ഠന്മാരോ സ്വർഗസന്നിധിയിലുള്ള വിജയശ്രീലാളിതരൊക്കെ ആകാം. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ ആ ദൈവമഹത്വത്തിലായിരിക്കുന്നവർ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ കീർത്തനത്തിൻ്റെ സ്വർഗീയ കീർത്തനത്തിൻ്റെ ആ പ്രാധാന്യം എടുത്തു പറയുവാനായിട്ടാണ് ഉച്ചസ്വരത്തിൽ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നു എന്നുള്ള ആ വലിയൊരു സന്തോഷ വാർത്തയുടെ ഫലമായിട്ടാണ് സ്വർഗത്തിലുള്ള ഈ വലിയ കീർത്തനങ്ങൾ നമ്മൾ കേൾക്കുക. ഇനി ഇവിടെ പറയുന്നു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും എല്ലാം എന്ന് തുടങ്ങുന്ന ആ സന്തോഷ കീർത്തനം. അപ്പം അത് വെളിപാട് 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഉള്ള ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളവിടെ കണ്ടായിരുന്നു 6-ാമത്തെ അധ്യായത്തിൽ ബലിപീഠത്തിന് കീഴെ നിൽക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം, ഇനി എത്ര നാൾ കൂടി എന്നുള്ള ആ ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അതിവിടെ യാഥാർത്ഥ്യമാകുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ചോദ്യത്തിന് ഉത്തരം തന്നെയാണത്. അപ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ക്രിസ്തു കുരിശിലേറ്റപ്പെടുകയും ഈ ലോകത്തിൻ്റെ അധിപനെ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ സംഭവിച്ചതാണ് ഈ സാത്താൻ്റെയും അവൻ്റെ ദൂതരുടെയും എല്ലാം പതനം. അപ്പോൾ ആ ഒരു രക്ഷയാണ് ഇവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്.
ഇപ്പോൾ രക്ഷ വരുന്നത് അത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ദൈവം ശക്തിയോടെ ഇസ്രായേലിനെ മോചിപ്പിച്ച് സൂചിപ്പിക്കാനായിട്ടാണ് ശക്തിയെക്കുറിച്ചുകൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നു. ഓരോ അടയാളങ്ങൾ വഴിയായിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന അവസാനം ആദിജാതരെയെല്ലാം വധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയുടെ മുന്നിൽ അടിപതറി വീഴുന്ന ഫറവോയെ നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദൈവം തൻ്റെ ശക്തമായ കരത്തോടെ അവരെ വിമോചിപ്പിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നതുപോലെ അവിടുന്ന് രക്ഷ യാഥാർത്ഥ്യമാക്കുന്നു. തൻ്റെ പുത്രനിലൂടെ, അഭിഷിക്തനിലൂടെ, യേശുവിലൂടെ. അപ്പോൾ യേശുവിലൂടെ ഈ രക്ഷ യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിലൂടെയാണ് ചരിത്രത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോഴുള്ള അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇനി വെളിപാടിൽ ഈ ദൈവരാജ്യത്തെ അവതരിപ്പിക്കുന്നത് പുതിയ ജെറൂസലമായിട്ടാണ്. ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ ശക്തിയെല്ലാം ഇവിടെ അനുഭവിക്കുന്നെന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പദമുണ്ട്. അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. അഭിഷിക്തൻ്റെ അധികാരം, അഭിഷിക്തൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യേശുവിനെ കുറിച്ചുള്ള ഒരു സൂചന തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ അധികാരവും നമുക്കറിയാം, ദൈവം തന്നെ അധികാരം യേശുവിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ആ അധികാരം കൊടുത്തിരിക്കുന്നത് യേശുവിന് തന്നെയാണ്. നമുക്കറിയാം 5-ാമത്തെ അധ്യായത്തിൽ മുദ്ര വെച്ച ആ പുസ്തകം ചുരുൾ തുറക്കുവാനായിട്ട് ആർക്കാണ് കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതിന് കഴിവുള്ളവനായിട്ട് കുഞ്ഞാടിനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിൽ അർത്ഥം കൊടുക്കുവാനായിട്ട്, ഈ മുദ്രകൾ പൊട്ടിക്കുവാനായിട്ട് കഴിവുള്ളവൻ, അധികാരമുള്ളവൻ ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവാണ് ഈ ലോകത്തിൽ രക്ഷ കൊണ്ടുവരുന്നത്. തൻ്റെ മരണത്തിലൂടെ ജനത്തെ അവിടുന്ന് പിതാവിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുന്നത് നമ്മൾ കാണുന്നു. അത് വെളിപാട് ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ, അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഇനി അവിടുന്ന് തൻ്റെ അധികാരം വഴിയായിട്ട്, ശക്തി വഴിയായിട്ട് ഈ പ്രപഞ്ചത്തെ നവീകരിച്ച് കഴിയുമ്പോൾ അത് ഈ ഭൂമി എന്തായിട്ട് മാറുന്നു? ദൈവരാജ്യമായിട്ട് മാറുന്നു. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിൻ്റെ ആ ഭരണം അത് തിന്മയുടെ ശക്തിയുടെ ഉന്മൂലനമാണ്. അത് 11-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ 17-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിലും നമ്മൾ തുടർന്ന് കാണും. 19, 16-ലും നമ്മൾ കാണും. അപ്പോൾ അവിടുത്തെ രാജ്യം സമാഗതമായപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറ്റാരോപകൻ രാപകൽ ദൈവസമക്ഷം നമ്മുടെ സഹോദരർക്കെതിരെ കുറ്റം ആരോപിച്ചു കൊണ്ടിരുന്ന കുറ്റാരോപകൻ വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ ഇത് ആ ജോബിൻ്റെ പുസ്തകത്തിലുള്ള വിവരണത്തിന് പശ്ചാത്തലമായിട്ടാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ കുറ്റം ആരോപിക്കുന്നതിനായിട്ടാണ് ഈ സാത്താൻ്റെ പൈശാചി ശക്തികളെല്ലാം അവതരിപ്പിക്കുന്നത്. ജോബ് 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ അതായത് കാര്യങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നവൻ. അപ്പോൾ അങ്ങനെയുള്ളവനെ താഴേക്ക് വലിച്ചെറിയുന്നു. ഇപ്പോൾ ഇവിടെ കുറ്റം ആരോപിക്കുന്നവൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, വെളിപാടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ഈ യഹൂദ സമൂഹം സഭയ്ക്ക് ക്രൈസ്തവർക്കെതിരായിട്ട് നിലകൊണ്ടപ്പോൾ അവരെയെല്ലാം സിനഗോഗുകളിൽ നിന്നൊക്കെ പുറത്താക്കുകയുണ്ടായി. പുറത്താക്കുക മാത്രമല്ല, അവരെയെല്ലാം അവർ തങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് രാജാവിൻ്റെ സന്നിധിയിൽ അവർക്കെതിരെ കുറ്റം ആരോപിച്ചിരുന്നു. അങ്ങനെ കുറ്റം ആരോപിക്കപ്പെട്ട ഇവർ സിനഗോഗിൽ നിന്ന് മാത്രമേ പുറത്താക്കപ്പെട്ടത്. പിന്നെ അതിനുശേഷം ആ രാജാവിൻ്റെ അപ്രീതിക്കും അവർ വിധേയരായി. അങ്ങനെ ഇവർ പീഡിപ്പിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ചില ഓർമ്മകൾ. അപ്പോൾ യഹൂദർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ, ഇവർക്കെതിരെ നിൽക്കുന്നവരൊക്കെ രാജസന്നിധിയിൽ അധികാരികളുടെ മുന്നിൽ ഇവർക്കെതിരെ കുറ്റം ആരോപിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുവഴിയായിട്ട് ഇവർ എന്താണ് ചെയ്യാൻ നിർബന്ധിതരായത്? രാജ ആരാധനയിൽ പങ്കുചേരാനായിട്ട്. അപ്പോൾ യഹൂദ സമൂഹത്തിൻ്റെ ഭാഗമല്ലാത്ത ഇവർ രാജ ആരാധനയിൽ പങ്കുചേരാനായിട്ട് ഇവർ നിർബന്ധിതരായി. അപ്പോൾ അങ്ങനെ അവരുടെ അസ്തിത്വം തന്നെ അത് വിഷമസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ
ആണ്. അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇവിടെ ഈ ഒരു പദപ്രയോഗത്തിലൂടെ യോഹന്നാൻ ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ആ കുറ്റമാരോപകൻ താഴേക്ക് വലിച്ചെറിയപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവരെ പീഡിപ്പിക്കുന്ന ആ സംവിധാനങ്ങൾ എല്ലാം അത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള സ്വർഗദൃശ്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ് അവിടെ ചുറ്റുമുള്ള ദൃശ്യങ്ങൾ. അത് ഈ സഭയുടെ അവസ്ഥ നമ്മൾ പിന്നീടൊക്കെ കാണും. അപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ആ സമൂഹം ദൈവ സംരക്ഷണത്തിലാണെങ്കിൽ പോലും ചുറ്റും അവരൊക്കെ അനുഭവിക്കുന്നത് ഈ സാത്താൻ്റെ തിന്മയുടെ ശക്തികളുടെ ഒക്കെ പ്രലോഭനങ്ങളാണ്. ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് വേണം അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.